ബലൂചിസ്ഥാനിൽ വീണ്ടും വൻ സൈനിക ഓപ്പറേഷൻ. വിമതർക്കെതിരെ കടുത്ത നീക്കവുമായി സൈനിക മേധാവി അസീം മുനീർ രംഗത്ത്. അതോടൊപ്പം തന്നെ ഇന്ത്യക്കെതിരെ വീണ്ടും ലക്ഷ്യമിട്ടുകൊണ്ടാണ് പാക് സൈനിക മേധാവി രംഗത്ത് വന്നിരിക്കുന്നത്. ബലൂചിസ്ഥാനിൽ രൂക്ഷമാകുന്ന സുരക്ഷാ പ്രതിസന്ധിക്കിടെയാണ് പാകിസ്ഥാൻ സൈന്യം വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യാപകമായ സൈനിക നടപടികളിലേക്ക് ഒരുങ്ങുന്നതായി തന്നെ സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്. ബലൂചിസ്ഥാനിലെ വിഘടനവാദി സംഘടനയ്ക്കും സായുധ ഗ്രൂപ്പുകൾക്കുമെതിരായ നടപടികൾ കൂടുതൽ ശക്തമാകുന്നുവെന്ന് പാക് കരസേനാ മേധാവി ജനറൽ അസീം മുനീർ പ്രഖ്യാപിച്ചു. ബലൂചിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ വിദേശ ശക്തികൾ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച അദ്ദേഹമാകട്ടെ ഇന്ത്യയെ പരോക്ഷമായി ലക്ഷ്യമിട്ടും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷയെ വെല്ലുവിളിക്കുന്ന ഏത് തീവ്രവാദ സംഘടനയും സായുധ സേന പൂർണ്ണമായും തന്നെ പരാജയപ്പെടുത്തുന്നുവെന്നും അസീം മുനീർ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ബലൂചിസ്ഥാനിലെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി തന്നെ സംഘടിപ്പിച്ച ദേശീയ ബലൂചിസ്ഥാൻ വർക്ക്ഷോപ്പിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കഴിഞ്ഞ മാസങ്ങളിലായി തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി (TTP) ഉൾപ്പെടെയുള്ള സായുധ സംഘടനകൾ പാക് സൈന്യത്തിനും സർക്കാർ സ്ഥാപനങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ ശക്തമാക്കിയ സാഹചര്യത്തിലാണ് സൈനിക മേധാവിയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ മേഖലയിൽ ഉടനീളം പുതിയ സുരക്ഷാ നടപടികൾക്കും വ്യാപകമായ സൈനിക ഓപ്പറേഷനുകൾക്കും സാധ്യത ഉയർന്നിരിക്കുകയാണ്. അതേസമയം ബലൂചിസ്ഥാനിൽ ഇതിനോടകം തന്നെ തുടരുന്ന സൈനിക നടപടികളുടെ പേരിൽ സാധാരണ ജനങ്ങളാണ് കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് എന്നത് ആരോപണം ശക്തമാണ്. വിമതരെ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷനുകൾ പലപ്പോഴും സാധാരണക്കാരെയും അവിടെ ബാധിക്കുന്നുവെന്നും അത് അനാവശ്യമായ അറസ്റ്റുകളും പരിശോധനകളും മനുഷ്യാവകാശ ലംഘനങ്ങളും വർദ്ധിച്ചു വരുന്നുവെന്നും പ്രാദേശിക സംഘടനകൾ ആരോപിക്കുന്നുണ്ട്. പുതിയ സൈനിക നീക്കങ്ങൾ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ ബലൂചിസ്ഥാനിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ വഷളാകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ബലൂചിസ്ഥാനിൽ നടപടികൾ തുടരുമെന്നും വിദേശ പിന്തുണയുള്ള പ്രോക്സികൾ ബലൂചിസ്ഥാനിൽ ആക്രമണം നടത്താൻ അല്ലെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുവാനും സ്ഥിരത തകർക്കുവാനും സമാധാനം തകർക്കുവാനും നിരന്തരം ശ്രമിച്ചിട്ടുണ്ട്. ഇത് വിജയിക്കാൻ അനുവദിക്കില്ല എന്നും പാകിസ്ഥാൻ ജനതയുടെ പിന്തുണയോടെ തന്നെ സായുധ സേനയുടെ നിർണായക പ്രതികരണത്തിലൂടെ തന്നെ അവരുടെ പദ്ധതികൾ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നും പാകിസ്ഥാൻ ആർമിയുടെ മാധ്യമ വിഭാഗമായ ഇന്റേൺ സർവീസ് പബ്ലിക് റിലേഷൻസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല, സായുധ സേനയുടെയും നിയമനിർവഹണ ഏജൻസികളുടെയും തുടർച്ചയായ ശ്രമങ്ങൾ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ശാശ്വതമായ സമാധാനം കൊണ്ടുവരുമെന്നതാണ് അസീം മുനീർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഭീകരതയുടെയും അവരുടെ പിന്തുണക്കാരുടെയും ഭീഷണി പാകിസ്ഥാനിൽ നിന്ന് ഇല്ലാതാകുന്നതുവരെ തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരായ പ്രവർത്തനങ്ങൾ അവിടെ തുടരുന്നു എന്നതാണ് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. ബലൂചിസ്ഥാനിൽ ആക്രമണങ്ങൾ ശക്തമാക്കുന്നുവെന്നും അദ്ദേഹം സൂചന നൽകിയിട്ടുണ്ട്. അതേസമയം അവിടെ വലിയ രീതിയിൽ വിസ്തീർണം അനുസരിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. പക്ഷേ ജനസംഖ്യ വളരെ ഏറ്റവും കുറവുള്ള ഒരു സ്ഥലം കൂടിയാണ്. അത് മാത്രമല്ല, ഈ പ്രവിശ്യ വളരെ കാലമായി വിഘടനവാദ കലാപത്തിന്റെ കേന്ദ്രമാണ്. പ്രവിശ്യയിലെ തീവ്രവാദ ഗ്രൂപ്പുകൾ സുരക്ഷാ സേനകളും സർക്കാർ സ്ഥാപനങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ഖനന പദ്ധതികളും ഏർപ്പെട്ടിരിക്കുന്ന ചൈനീസ് താൽപര്യങ്ങളും ഇവിടെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അതോടൊപ്പമാണ് ബലൂചിസ്ഥാനിൽ പാക് സൈന്യം ആക്രമണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സൈന്യവും സർക്കാരും ബലൂചിസ്ഥാനിലെ ധാതു വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നും പ്രാദേശിക സമൂഹങ്ങൾക്ക് ആനുകൂല്യങ്ങളുടെ ന്യായമായ പങ്ക് നൽകുന്നില്ല എന്നും ഇവിടെ ഈ ഗ്രൂപ്പുകൾ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാമാബാദ് ഈ ആരോപണങ്ങൾ നിരസിച്ചുകൊണ്ട് കൂടാതെ തന്നെ ബലൂചിസ്ഥാനിലെ അസ്വസ്ഥതകൾക്ക് പാകിസ്ഥാൻ ഇന്ത്യയാണ് കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ ഇത് അടിസ്ഥാനരഹിതമാണ് എന്ന് ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.